ഓ അങ്ങനെയുണ്ട്. ഹെറിഡിറ്ററി ആയിട്ടുള്ള അത് പാരമ്പര്യമായിട്ട് പഴശ്ശിരാജാവില്ലേ, കോട്ടയം പഴശ്ശിരാജാവ്, പഴശ്ശിരാജാവിന്റെ സാമന്തന്മാരായിട്ടുള്ള 4 പാരമ്പര്യ ഊരാളന്മാരാണ് ക്ഷേത്രഭരണം നടത്തിയിരുന്നത്. ഓ അത് ശരി, അങ്ങനെയാണല്ലേ. അങ്ങനെ ആ ഊരായ്മ സ്ഥാനം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമാണ്. ഓ പിന്നീട് ജനാധിപത്യ സർക്കാരിൽ വന്നതിന് ശേഷം പാരമ്പര്യേതര ട്രസ്റ്റിമാരെയും ഇതിൽ ഈ ഗവൺമെന്റ് നോമിനീസിനെ ഉൾപ്പെടുത്തി. അത് ഇപ്പം ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുന്ന ഭക്തജന സംഘം എന്നുള്ള രീതിയിൽ പെരുമാൾ സേവാ സംഘം, അങ്ങനെയാണ് പെരുമാൾ സംഘം. ഇപ്പൊ ശരിക്ക് കൊട്ടിയൂർ ദേവസ്വം ഗവൺമെന്റിന്റെ പൂർണ്ണമായ കൺട്രോളിൽ തന്നെ. കേരള സർക്കാരിന്റെ ഈ ദേവസ്വം വകുപ്പിന്റെ കീഴിൽ വരുന്ന മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന സ്ഥാപനമാണ് ഈ തിരുച്ചെറുപുഴ എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ. ശരി. നിങ്ങളെ പേരെന്തായിരുന്നു? ഞാൻ പ്രകാശ് മാഷ്. പ്രകാശ് മാഷ്. എവിടെ അപ്പോൾ നിങ്ങൾ ഇതിൽ തന്നെയാണോ? എൻ്റെ ബന്ധുക്കളും ആൾക്കാരെല്ലാന്നുള്ളത്. പിന്നെ ഞാൻ പാരമ്പര്യമായിട്ട് നമ്മളെ ഇവിടെ ഈ നെയ്യമൃത് എഴുന്നള്ളിക്കുന്ന ഈ കുറ്റ്യാട്ടൂർ തമ്മയങ്ങാടൻ നമ്പ്യാർ സ്ഥാനികരുണ്ട്. അവരെ ഒരു കീഴിൽ വരുന്ന ഒരു വിഭാഗമായിട്ട് മഠത്തിന്റെ പ്രതിനിധിയായിട്ടാണ്. അത് ശരി. എവിടെയാ സ്ഥലം? ഇപ്പോൾ സ്ഥലം പിന്നെ ഈ കണ്ണൂർ ജില്ലേൻ്റെ അടുത്ത് തന്നെ ഈ തെരൂർ എന്ന് പറയുന്ന നെയ്യമൃത് മഠം. തെരൂര് ഈ പോകുന്ന വഴിക്കല്ലേ നമ്മള്? തെരൂര് പക്ഷെ നമ്മളെല്ലാം മട്ടന്നൂരിന്റെ അടുത്തല്ലേ തെരൂര്? മേധാവി എന്ന് പറഞ്ഞാല് ഈ തമ്മയങ്ങാടൻ കുറ്റ്യാട്ടൂർ നമ്പ്യാരാണ്. അവര് ഈ വീരപഴശ്ശിന്റെ പിന്നെ ഈ പടത്തലവന്മാരിൽ ഒന്നാമത്തെ ആളായിരുന്നു. ഓ അങ്ങനെ. അതുപോലെ തന്നെ രണ്ടാമത്തെ ആള് ഈ വില്ലിപ്പാലൻ കുറുപ്പ് എന്ന് പറയുന്ന വടകര ഭാഗത്തുള്ള കുറുപ്പ്, രണ്ടാമത്തെ പടനായകൻ. ഈ 2 പടനായകന്മാരുമാണ് ഈ ഉത്സവത്തിന് പരിരക്ഷ സുരക്ഷ. ഓ അവരാണ് സെക്യൂരിറ്റി ഗാർഡ്സ് അല്ലേ? ഈസ്റ്റ് കമ്പനിയുടെ കാലഘട്ടത്തില് മണത്താണ കോവിലകം, പഴശ്ശി കോവിലകം തകർക്കപ്പെടുകയും പിന്നെ യുദ്ധഭീഷണി നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ കോട്ടയം പഴശ്ശി രാജാവിന്റെ ഈ പടനായകന്മാരും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ കുറിച്യ വിഭാഗത്തിൽപ്പെടുന്ന കുറിച്യ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുമാണ് ഇതിന് സംരക്ഷണം നൽകിയിരുന്നത്. പിന്നീട് ഈ പ്രദേശത്തുള്ള ഈ നായർ പടയാളികൾ. ഈ നായർ പടയാളികൾക്ക് ഇതില് ഈ ക്ഷേത്രഭരണം നടത്തുന്നതിന് ഒരു പ്രമുഖ സ്ഥാനം കിട്ടിയത്. അത് ശരി, അങ്ങനെയാണല്ലേ. പഴശ്ശിയുടെ പിന്നെ ഈ രക്തസാക്ഷിത്വത്തോടു കൂടി പിന്നെ ഇത് അനാഥമായി പോലെ സന്ദർഭത്തിലാണ് വളരെ സാന്ദർഭികമായിട്ട് അവർ ഇടപെട്ടത്. പഴശ്ശിരാജാവിന് ഇപ്പൊ ഇത് ക്ഷേത്രം നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല, ഒന്നും കഴിയില്ല. പഴശ്ശിന്റെ ഈ 4 ഊരാളന്മാരാണ് പിന്നെ ഇതിന്റെ സംരക്ഷകരായിട്ട് മാറി വന്നതും ഇന്നും ആ പാരമ്പര്യം നിലനിർത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പെരുമാൾ സേവാ സംഘം അങ്ങനെയുള്ള പിന്നെ ആളുകളെ കൂടി പ്രതിനിധികളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തി ഭരണസമിതി വിപുലീകരിച്ചു. അപ്പോൾ അങ്ങനെ ഈ നോൺ ഹെറിഡിറ്ററി ട്രസ്റ്റിമാരും ഈ പാരമ്പര്യ ട്രസ്റ്റിമാരും അതുപോലെ തന്നെ നമ്മുടെ തഹസിൽദാർ എക്സ് ഓഫീഷ്യോ മെമ്പറാണ്. അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം, അതുപോലെ തന്നെ മലബാർ ഇതിന്റെ മേലധികാരികളായിട്ടുള്ള മലബാർ ദേവസ്വം ബോർഡ്, പിന്നെ നമ്മുടെ ദേവസ്വം വകുപ്പ്, കേരള സർക്കാർ എല്ലാവരും കൂടിയിട്ട് ഒരു ഒത്തൊരുമിച്ചിട്ടുള്ളൊരു മികച്ച ഒരു കൂട്ടായ്മയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനും ചെറിയ വ്യത്യാസമാണ് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പിന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ്, അതുപോലെ തന്നെ പിന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ്. അതിൽ നിന്നും പല കാര്യങ്ങളിലും വ്യത്യാസമുള്ള ഒരു ബോർഡാണ് ഈ നമ്മുടെ കൊട്ടിയൂർ ദേവസ്വം ബോർഡ്. ഈ കൊട്ടി ക്ഷേത്രം പോലെയുള്ള നമ്മുടെ ഈ മലബാർ പ്രദേശത്തെ ക്ഷേത്രങ്ങളുടെ ഭരണം നിർവഹിക്കുന്നത് നമ്മുടെ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു വിഭാഗത്തിലാണ് കൊട്ടിയൂർ ദേവസ്വം വരുന്നത്. ദേവസ്വം ബോർഡിന്റെ അതിന്റെ ചെയർമാൻ മുരളി സാറുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കമ്മീഷണർമാർ, ഇതിലെല്ലാം ഇവരുടെയൊക്കെ വളരെ ഗോകുൽ എന്ന് പറയുന്ന സാറാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലേ? ഗോകുൽ ആണ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് കൊട്ടിയൂർ ദേവസ്വത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലേ? ചെയർമാൻ ഇവിടെയുള്ള ഈ പിന്നെ നമ്മുടെ KC സുബ്രഹ്മണ്യൻ മാസ്റ്റർ എന്ന് പറയുന്ന കരിമ്പനക്കൽ ചാത്തോത്ത് എന്ന് പറയുന്ന പാരമ്പര്യ തറവാടിന്റെ സീനിയർ മോസ്റ്റ് പ്രതിനിധിയാണ് ഈ ചെയർമാൻ. ജനാധിപത്യപരമായ രീതിയിലാണ് അങ്ങനെ തന്നെ. അത് ശരിയാണ്. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ. അതുപോലെ തന്നെ പ്രത്യേകിച്ചും അതുപോലെ തന്നെ നമ്മളെ ഈ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത്, പിന്നെ അതുപോലെ തന്നെ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം ഈ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു പിൽഗ്രിം സെന്റർ എന്നുള്ള കേന്ദ്രം എന്നുള്ള രീതിയിൽ ഈ ജനങ്ങളുടെ ജനപ്രതിനിധികള് പ്രത്യേകിച്ച് കൊട്ടിയൂർ പഞ്ചായത്ത്
പിന്നെ ഈ കൊട്ടിയൂർ പ്രദേശത്ത് താമസിക്കുന്ന ഈ ജനവിഭാഗങ്ങൾ എല്ലാവരുടെയും ഒരു നിർലോഭമായ സഹകരണവും അതുപോലെ തന്നെ പിന്തുണയുമാണ് ഈ ക്ഷേത്രം ഇന്ന് ഇത്രയും അധികം കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറാൻ. സീസണൽ ക്രൗഡിൽ സെക്കൻഡ് ആണല്ലേ, ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതിൽ രണ്ടാം സ്ഥാനമാണ്. സമീപഭാവിയിൽ തന്നെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ട് ഉയരുന്ന രീതിയിലുള്ള ഭക്തജന ബാഹുല്യമാണ്. മാത്രമല്ല ഇത്തവണത്തെ ഈ ഒരു പ്രത്യേകത എല്ലാവർക്കും പരമാവധി സൗകര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ആർക്കും ഒരു അതുപോലെ പ്രത്യേകം പേരെടുത്ത് പറയേണ്ടത് നമ്മുടെ ഈ സേവാഭാരതിയുടെ സേവാഭാരതി അതെ മാതൃകാപരമായിട്ടുള്ള ഭക്ഷണം നന്നായിരുന്നു അവര് പ്രവർത്തനം. ദേവസ്വത്തിന്റെ ഭക്ഷണ വിതരണം കയ്യാലകളിൽ നിന്ന് അതെ ചുരുക്കി പറഞ്ഞാൽ ഭക്തജന സൗഹൃദ ഉത്സവമായിട്ട് അതെ കൊട്ടിയൂർ ഉത്സവം വൈശാഖോത്സവം മാറിയിരിക്കുകയാണല്ലേ. ഇന്ന് ഇവരൊക്കെ ക്ലീനിങ്ങിലും ഉണ്ടല്ലോ. അതെ അതെ ബ്രിഗേഡ് DYFI ഉണ്ട്, യൂത്ത് ലീഗ് ഉണ്ട്. ഏറ്റവും അധികം ഈ ഹരിത പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്ന ഒരു ഉത്സവം കൂടിയാണ്. അതെ 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 പ്രകൃതി സൗഹൃദ അതെ എക്കോ ഫ്രണ്ട്ലി ഉത്സവമാണ്. അതെ ഞാനൊരിക്കലും ഒരു പ്ലാസ്റ്റിക് തുണ്ടോ ഒരു പേപ്പർ പോലും ഞാനിവിടെ ഇടാറില്ല. കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടു. പ്രസാദം കൊടുക്കുന്ന ഇല പോലും ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി വലിയ വട്ടളം വെച്ചിട്ട് അവിടെ. അതെ അതെ കണ്ടു, ഞാനത് കണ്ടു. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം വളരെ മാതൃകാപരം. അതെ 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 എല്ലാം കൊണ്ട് ഒരു മാതൃകാ ഉത്സവം. അതെ നന്നായിരുന്നു. ഈ നാളെയും കൂടി അല്ലേ ഉള്ളൂ മാഷേ അല്ലേ. എഴുന്നള്ളിക്കുന്നതോടുകൂടി ഉത്സവത്തിന് പരിസരം. അതെ അല്ലേ. അതിനുശേഷം തൃക്കലശാട്ട് ഇല്ലേ? കലശാട്ട് എന്ന് പറയുന്നത് നാളെ രാവിലെ നടക്കുന്ന കളഭാഭിഷേകവും മറ്റു കലശ അഭിഷേകത്തിനാണ് കലശാട്ട് തൃക്കലശാട്ട് എന്ന് പറയുന്നത് അല്ലേ. അതിനുശേഷം പിന്നെ ഈ വാള് തിരിച്ചു പോകും. അതിനുശേഷം ഭണ്ഡാരം തിരിച്ചു പോകുന്നത്. അധിപതികൾ എന്ന് പറയുന്ന സ്ഥാനികരാണ് ഈ ഭണ്ഡാരം തിരിച്ച് കൊണ്ടുപോകും. മണത്തണ ഗോപുരം കരിമ്പനക്കൽ ഗോപുരത്തിലേക്ക് അല്ലേ, മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ. അത് ശരിയാ. അതാ അവിടെയാണല്ലോ പണ്ടൊക്കെ സ്വർണവും വൈരങ്ങളും ഒക്കെ സൂക്ഷിച്ചിരുന്നത് അല്ലേ. അതൊക്കെയാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ടതല്ലേ ടിപ്പുവിന്റെ കമ്പനിയുടെ ആർട്ടിലറി ആക്രമണത്തിലാണ് ഗോപുരത്തിന് ഇന്ന് കാണുന്ന രീതിയിലുള്ള തകരാറുകളെല്ലാം വന്നത്. അന്നേരം സംഭവിച്ചതല്ലേ. ടിപ്പു സുൽത്താന്റെ എന്തോ പറയുന്നത് വലിയ ബന്ധുവില്ല അല്ലേ. ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന് ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടുള്ള യുദ്ധത്തിന്റെ മൂർധന്യ അവസ്ഥയിലാണ്. അപ്പോൾ കൊട്ടിയൂരിനെ ആക്രമിക്കാനൊന്നും പിന്നെ അദ്ദേഹം മെനക്കെട്ടിട്ടില്ല. അദ്ദേഹം ഒരു മതനിരപേക്ഷതയായിട്ടുള്ള ഒരു മാതൃകാ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. അതെയോ? ശരി. ചരിത്രം പഠിച്ച ആളുകൾക്കൊക്കെ അത് മനസ്സിലാകുന്നവരാണ്. അദ്ദേഹത്തിന്റെ ക്ഷേത്രമായ ശ്രീരംഗപട്ടണം, അദ്ദേഹത്തിന് അങ്ങനെ ക്ഷേത്രം ആക്രമിക്കണമെങ്കിൽ ആദ്യം ആക്രമിക്കപ്പെടുക ശ്രീരംഗപട്ടണം. അതൊരു ശരിയായി. ക്ഷേത്രത്തിന്റെ പൂർണ്ണ സംരക്ഷകനും അതിന്റെ ഗാർഡിയനുമാണ്, വെൽവിഷറുമാണ് ടിപ്പു സുൽത്താൻ. പക്ഷെ പലപ്പോഴും ടിപ്പു സുൽത്താനെ അങ്ങനെ മോശമായ രീതിയിൽ ചിത്രീകരിക്കപ്പെടും. അങ്ങനെയാണല്ലോ ചരിത്രത്തിൽ വിജയിക്കുന്നവര് ഒരു തട്ടിലും പരാജയപ്പെടുന്നവര് വേറൊരു തട്ടിലുമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുക. മൂകാംബിക ക്ഷേത്രത്തില് ഈ സലാമാരതി എന്ന പേരിൽ ദീപാരാധനക്ക് ആരതിന്റെ സർവ്വജലവും വഹിച്ചിരുന്നത് ടിപ്പു സുൽത്താനാണ്. ഓ അങ്ങനെയാ? അതൊന്നും അധികം ആൾക്കാർക്ക് പത്രത്തിലൊക്കെ നിരവധി പ്രാവശ്യം വന്നിട്ടുള്ള കാര്യം. സലാമാരതി എന്നാണ് പറയാ. സലാമാരതി ബഹുമാനാർത്ഥം. അതിന്റെ ചെലവ് മുഴുവൻ. അപ്പൊ ഇപ്പോഴതാരാ ദേവസ്വം ചെയ്യുന്നുണ്ട്. ട്രസ്റ്റ് മറ്റോ അത് ചെയ്യുന്നുണ്ടെന്നാണ്. അതിൽ അവര് ഭാഗവാക്കാണ് ഇപ്പോഴും. ഓ അത് ശരി. പിന്നെ അവര് നേരിട്ടുള്ള സാമ്പത്തിക സഹായം ദേവസ്വം തന്നെ, കൊല്ലൂർ ദേവസ്വം തന്നെ. ഓ അത് ശരി. കൊല്ലൂർ ദേവസ്വം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ കൊട്ടിയൂരിനെ കൊണ്ട് പറഞ്ഞ പോലെ വളരെ മാതൃകാ ദേവസ്വം. അതെ അല്ലേ. ഞാൻ അവിടെ പോയിട്ടുണ്ട്. സാറ് സ്കൂളിലായിരുന്നു. ഞാൻ ടെക്നിക്കൽ ഹയർ സെക്കൻഡറിന്ന് റിട്ടയർ. എവിടെ? മട്ടന്നൂരാ? തോട്ടടയില. ഓ അത് ശരി. ഞാൻ എൻ്റെ ഹ്യൂമാനിറ്റീസിന്റെയും പിന്നെ അധ്യാപന. അതെയാ? ഓ പിന്നെ ഞാൻ പിൽഗ്രിം ടൂറിസത്തിന്റെ മീഡിയ കറസ്പോണ്ടന്റ് ആണ്. മൊത്തം നമ്മുടെ സൗത്ത് ഇന്ത്യൻ ലെവലിലുള്ള ഒരു മീഡിയ കറസ്പോണ്ടൻസ് കോൺക്ലേവ് ഉണ്ട്. ഓ പിന്നെ നമ്മുടെ DTPCന്റെ ഒക്കെ മുതൽക്കുള്ള സർട്ടിഫൈഡ് ഇവന്റ് റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറൊക്കെ ആയിട്ട് അങ്ങനെ. എനിവേ താങ്ക് യു സോ മച്ച് സർ. നമസ്തേ. എൻ്റെ പേര് സജിത് കുമാർ എന്നാണ്. ഇനി സാറിൻ്റെ അടുത്ത് പലതും കേൾക്കാനുണ്ട്. സമയം ഉണ്ടെങ്കിൽ കേട്ടോ. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ, ആയിക്കോട്ടെ. നമസ്തേ.
നിങ്ങൾ എവിടെയാ സ്ഥലം? ആണോ?